ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇന്നെൻ്റെ ഒരു രാവിലെയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പം ഇങ്ങനെ എല്ലാം പച്ചയായിട്ടൊക്കെ ഇങ്ങനെ പച്ചിച്ചൊക്കെ നിൽക്കുന്നത് കാണുമ്പം നമുക്കതൊരു മനസ്സിനൊരു കുളിർമയാണല്ലോ. അപ്പം ജസ്റ്റ് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ എന്നെപ്പോലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് എപ്പോഴും രാവിലെ ഫ്രഷായിട്ട് ഈ പച്ചപ്പൊക്കെ കണ്ട് ഡേ തുടങ്ങാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാവുമല്ലോ. അപ്പോഴേ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പവും ഒരു ചമ്മന്തിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലപ്പത്തിന് ഞാൻ മാവ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാവേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരകിയതും ഒരു 7 കൊച്ചുള്ളിയും ഒരു 4 ചുമന്ന മുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ക്രഷ് ചെയ്താൽ മതി, ഒത്തിരി അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാവേ. കടുക് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പിന്നെ ഒരു ചുമന്ന മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചട്നി ഉണ്ടല്ലോ, ചട്നിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം വഴറ്റുമ്പോൾ നമുക്ക് അത് മാറിക്കിട്ടുമേ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. വീട്ടിൽ മമ്മി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പാലപ്പം ഉണ്ടാക്കുമ്പം ഇതുണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് മോർണിംഗ് എന്നാ ഉണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു എന്നാൽ പിന്നെ ഇന്ന് ഇതുണ്ടാക്കാം. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാലപ്പത്തിന് മാവൊക്കെ വെച്ചു. ഇനി ഇത് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ പാലപ്പം ചുറ്റിക്കുന്നത് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലപ്പം ഇങ്ങനെ ചുറ്റി വരുന്നത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയും ഞാൻ പാലപ്പം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ പേളിമാണി പറഞ്ഞ പോലെ പൂവപ്പം ഇല്ലേ, പൂ പോലെ ഇരിക്കുന്ന അപ്പം, അതും ഒന്ന് ട്രൈ ചെയ്തു. അത്ര കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്ര നല്ലതാണെന്ന് പറയത്തില്ല, എങ്കിലും നിങ്ങൾ കണ്ടു നോക്ക്. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ പാലപ്പമൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ ഒരു ബുൾസയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലായാലോ എന്ന്. അപ്പം ഞാനൊരു ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബുൾസയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഉണ്ടാക്കി വന്നപ്പം വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മറിച്ചും കൂടി ഇട്ടേക്കാം, ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് ഉണ്ണിയൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനത് മറിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.